ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തെ തുടർന്ന് ആ രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ പീഡനത്തിനെതിരെ പ്രതിഷേധവുമായി RSS രംഗത്ത്. ബംഗ്ലാദേശിൽ നടക്കുന്നത് കടുത്ത ഹിന്ദു പീഡനമെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യവ്യാപക പ്രതിഷേധം നടത്തുകയാണ് സംഘപരിവാർ സംഘടനകൾ. ഇതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ 20,000-ഓളം വനിതകൾ അണിനിരന്ന നാരി ശക്തി മാർച്ച് നടന്നു. മാണ്ഡി ഹൗസിൽ നിന്നും ജന്തർ മന്ദറിലേക്കായിരുന്നു മാർച്ച്. മാർച്ചിൽ പങ്കെടുത്തവരിൽ പലരും കറുത്ത തുണി കൊണ്ട് വായി മൂടിക്കെട്ടിയിരുന്നു. സംഭവത്തിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷനും ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള സംഘടനകളും നടത്തുന്ന മൗനത്തെ മാർച്ചിൽ പങ്കെടുത്തവർ അപലപിച്ചു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ ലോകത്തിനു മുമ്പിൽ തുറന്നുകാട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാർച്ചെന്ന് സംഘാടകർ പറയുന്നു. പാലസ്തീൻ വിഷയമുയർത്തി വൻ പ്രചരണം നടത്തുന്ന ഇന്ത്യയിലെ പല സംഘടനകളും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ കമ എന്നൊരക്ഷരം മിണ്ടാത സാഹചര്യവും ഹിന്ദു സംഘടനകൾ തുറന്നുകാട്ടുന്നുണ്ട്. ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്നവർ ഹിന്ദുക്കളായതുകൊണ്ടാണ് അവർ മൗനം തുടരുന്നതെന്ന് ഈ സംഘടനകൾ ആരോപിക്കുന്നു. ബംഗ്ലാദേശിലെ വിഷയത്തിൽ കൂടുതൽ കർശന നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനും ശക്തമായ പ്രതിഷേധത്തിലൂടെ ഹിന്ദു സംഘടനകൾ ലക്ഷ്യമിടുന്നു. CAA നടപ്പിലാക്കാനുള്ള ശക്തമായ ന്യായീകരണമായി ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനും ശ്രമം നടക്കുകയാണ്. ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും ഈ അവസരം BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ ശ്രമിക്കുകയാണ്. മാർച്ചിൽ BJP MP ബാൻസുരി സ്വരാജ് ഉൾപ്പെടെയുള്ള നിരവധി BJP നേതാക്കളും പങ്കെടുത്തു. സംഘപരിവാർ സംഘടനകൾ ബംഗ്ലാദേശ് വിഷയം ഒരു പ്രചരണ വിഷയമായി ഏറ്റെടുത്തതോടെ അധികൃതർ തികഞ്ഞ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് ബംഗാളിൽ ഈ വിഷയം വലിയ തോതിൽ പ്രതികരണമുണ്ടാക്കിയേക്കുമെന്ന് അധികൃതർ കരുതുന്നു.